ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആഷസ് ടൈംസ്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റേഷൻ കടലയാണ് ഇടുന്നത്. കുറച്ച് നമുക്ക് എത്രയാണ് ആവശ്യം അത്ര ഇടുക. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചില കടലയൊക്കെ പൊട്ടി വരും, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കണം. നല്ല സൗണ്ടായിരിക്കും. കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അരിപ്പയിലൊന്ന് അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. കുറച്ച് നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്നൊരു മൈസൂർ പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന കടലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി വറുത്തതാണ്, എന്നാലും ചെറിയ പച്ചമണം ഉള്ളതൊക്കെ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതായിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റ് ആവണം, തിളയ്ക്കണം നന്നായിട്ട്. തീ കുറച്ച് വയ്ക്കുക. നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടി നല്ലോണം തണുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല മിക്സായി വന്നിട്ടുണ്ട്. പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചെറിയ തീയിലിടണം. നന്നായിട്ട് കട്ടിയായി വരുന്നുണ്ട്. ഇതിങ്ങനെ കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ആയി വരുന്നുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന അതാണ് അതിൻ്റെ കണക്ക്. ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. മറ്റൊരു പാത്രത്തിൽ ബട്ടർ പേപ്പറിൽ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മിശ്രിതം വെച്ച് കൊടുക്കാം. സ്പൂൺ വെച്ച് ലെവൽ ചെയ്യാം. ഇത് നന്നായിട്ട് തണുക്കണം. നമ്മുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ആ നെയ്യുടെയൊക്കെ നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഓൾ.